അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ച് ദ്വാരകയിലേക്ക് പോവാൻ നിൽക്കുമ്പോണ്ട് മുന്നിൽ കരഞ്ഞുകൊണ്ട് ധർമ്മപുത്രൻ നിൽക്കുന്നു. ഭാഗവതം പറയുന്നു, ഭഗവാൻ ഉപദേശിച്ചു നോക്കി, എന്തിനാ ധർമ്മപുത്ര നീ കരയുന്നത്? നീ ധർമ്മം ചെയ്തില്ലേ? യുദ്ധമൊക്കെ വിജയിച്ചല്ലോ, രാജ്യഭാരം ഏറ്റെടുക്കൂ നീ, അതാണ് നിന്റെ ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചുവെങ്കിലും ആ ധർമ്മപുത്രന്റെ മനസ്സ് മാറിയില്ല. അയാൾ പറയാണ്, ഞാൻ ചതിച്ചു കൊന്നു എന്റെ ഗുരുനാഥനെ. ആ യുദ്ധക്കളത്തിൽ വെച്ച് അശ്വത്ഥാമാന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കുഞ്ചരാന്നൊക്കെ പറഞ്ഞപ്പോഴല്ലേ അയാൾ വീണുപോയത്, അപ്പോഴല്ലേ കൊന്നത്. അതുപോലെ ഭീഷ്മാചാര്യരെ ചതിച്ചു കൊന്നതാണ്. ഭീഷ്മാചാര്യര് അങ്ങനെയൊന്നും തോറ്റിട്ടുണ്ടായിരുന്നില്ല. ഭീഷ്മാചാര്യോട് നേരിട്ട് ചോദിക്കരുത്, ഇത് എങ്ങനെയാ മുത്തശ്ശ നിങ്ങളെ കൊല്ലേണ്ടതെന്ന്. മുത്തശ്ശൻ വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുത്തശ്ശൻ അങ്ങനെയാണ് വീഴ്ത്തിയത്. ഇങ്ങനെയൊക്കെ ചതിച്ചു കൊന്ന ഞാൻ ഈ രാജ്യം ഭരിക്കേ, അവരുടെയൊക്കെ രക്തം വരേണ്ട ഭൂമി ഞാൻ ഭരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദുഃഖിതനായിട്ട് രാജ്യം ഭരിക്കാതെ നിന്നപ്പോ ഭഗവാന് തോന്നി ഈ ധർമ്മപുത്രനെയും കൊണ്ട് ഭീഷ്മാചാര്യന്റെ അടുത്തേക്ക് പോകണമെന്ന്. കൂർത്തമൂർത്ത ശരങ്ങളുടെ മുകളിൽ മലർന്നു കിടന്നുകൊണ്ട് ദൂരയിൽ നിന്നും കൃഷ്ണനെ കണ്ടപ്പോ കണ്ണിൽ കണ്ണുനീര് ചൊരിഞ്ഞുകൊണ്ട് ആ ഭീഷ്മാചാര്യൻ കൈകൂപ്പി, കൈകളെക്കൊണ്ട്, കൈകളൊന്നും അനക്കാൻ വയ്യ, മനസ്സുകൊണ്ട് കൈകൂപ്പി നമസ്കരിച്ചു. ആ സമയത്ത് കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് വരുന്നത് കണ്ടപ്പോ ധർമ്മപുത്രൻ തെറ്റിദ്ധരിച്ചു പിതാമഹൻ കരയുന്നതിന് കാരണം ഞാനാണെന്ന്. അടുത്തു വന്നപ്പോ സന്തോഷാശ്രുക്കളാൽ കൃഷ്ണനെ നോക്കിക്കൊണ്ട് ധർമ്മപുത്രന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ണി, ഞാൻ കരയുന്നത് ദുഃഖം കൊണ്ടോ വേദന കൊണ്ടോ ഒന്നും അല്ല, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നീ വിചാരിച്ചിട്ടുണ്ടാവും നീ ശരശയ്യയിൽ എന്നെ കടത്തിയോണ്ട് ശരീരം മുഴുവൻ ചോരയൊക്കെ പോയി നീര് വേദനിക്കണമെന്ന്. എനിക്ക് അങ്ങനെയൊന്നും വേദനയില്ല. ഞാൻ വേദനിക്കാനുള്ള കാരണം, എനിക്ക് വേദനിക്കാനുള്ള കാരണം നിന്റെ അവസ്ഥ ഓർത്ത് ദുഃഖിച്ചു പോയതാ ഉണ്ണി. എന്താ എന്റെ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ധർമ്മപുത്രന്റെ അവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ, നിന്നെപ്പോലെ ഭാഗ്യം ആർക്കാ ഉണ്ടാവോ ഉണ്ണി? ജനിച്ചതേ ധർമ്മമൂർത്തിയായിരുന്നു. നിനക്ക് ചെറുപ്പത്തിലേ അറിയാം എന്താണ് ധർമ്മം അധർമ്മം എന്നുള്ളത്. ആർക്കും നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ല. നിനക്ക് ശരിയും തെറ്റും ചെറുപ്പത്തിലേ തിരിച്ചറിയാൻ സാധിച്ചവനാണ് നീ. എനിക്ക് അത്രയൊന്നും കഴിവുണ്ടായിരുന്നില്ല. നിനക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിച്ചതുപോലെ എനിക്ക് ആ കഴിവൊന്നും തോന്നിയിട്ടില്ല അവരെ. ഞാൻ അതുകൊണ്ടല്ലേ കൗരവപക്ഷത്ത് നിന്നത്. അധർമ്മം അവരുടെ പക്ഷത്തായിട്ടും എത്രയോ അധർമ്മികളായിട്ടും ഞാൻ അവർക്ക് വേണ്ടി കൂട്ടുനിന്നു പ്രിയാണ്. ഇനി രണ്ടാമത്, നിനക്ക് കിട്ടിയ സഹോദരന്മാരോ എല്ലാം പറഞ്ഞ അനുസരിക്കുന്ന സഹോദരന്മാര്. ഭീമൻ ശക്തനാണെങ്കിലും നീ പറഞ്ഞതിനപ്പുറമൊന്നും ഭീമൻ ചെയ്യില്ല. അർജുനൻ വലിയ അസ്ത്രവിദഗ്ധനാണെങ്കിലും നീ പറയുന്നത് അനുസരിക്കുക. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ. മൂത്ത ആള് പറഞ്ഞത് അനുസരിക്കുക മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് സാധ്യമല്ല. അങ്ങനെ നിനക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. നീ ഭാഗ്യങ്ങളൊക്കെ പോട്ടെ, അതിനേക്കാൾ പരമഭാഗ്യം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ അവതരിച്ചിരിക്കുന്ന സാക്ഷാൽ നാരായണമൂർത്തി നിനക്ക് നിന്റെ കൂടെ സുഹൃത്തായിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം എന്താ ഭാഗ്യം വേണ്ടത്? പക്ഷേ ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിന്റെ അവസ്ഥ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? എത്ര ധർമ്മസുതോ രാജാം ഗദാപാണിർഭുഗോദര കൃഷ്ണോസ്തി കാണ്ഡീവം ചാവം സുഹുൽ കൃഷ്ണ തതോ വിപത്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നീ ദുഃഖിക്കുന്നു എന്ന് കാണുമ്പോ ഉണ്ണി, ഇനി നിന്നെ രക്ഷിക്കാൻ ആർക്കാ സാധിക്കാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ വേദനിച്ചു പോയതാണ്. കൂടെ ഭഗവാനുണ്ട്, അനുജന്മാരുണ്ട്, അനുസരിക്കുന്നവര്, നീ ധർമ്മമൂർത്തിയാണ്. എല്ലാം ഉണ്ടായിട്ടും പോസിറ്റീവായിട്ട് നിന്നിട്ടും നീ ദുഃഖിക്കുന്നു പറഞ്ഞാൽ ഇനി ആരാക്കാൻ നിന്നെ രക്ഷിക്കാൻ പറ്റുക? നമുക്ക് ആലോചിച്ച് നോക്കൂ. നമുക്ക് അമ്പലമുണ്ട്, അതുപോലെ എങ്ങനെയൊക്കെ സത്സംഗങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും എന്നിട്ടും നമ്മൾ ദുഃഖിക്കുന്നു പറഞ്ഞാൽ ഇനി ആർക്കാ നമ്മളെ രക്ഷിക്കാൻ പറ്റുക? മനസ്സിലായില്ലേ? അത് നമ്മുടെയൊക്കെ വിഷമങ്ങൾ അങ്ങനെയാണ്. എല്ലാം ഉണ്ടായിട്ടും നമ്മളിരുന്ന് കരയണോ പറയാണ്. ഒന്നും ഇല്ലാത്തവരുടെ കാര്യം ആലോചിച്ച് നോക്കും, ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കാം. നമ്മളെല്ലാം ഉണ്ടായിട്ട് കരയണോ പറഞ്ഞാൽ ഒരു വീട്ടിലൊരു ഉണ്ണിയുടെ കഥ പറഞ്ഞ പോലെയാണ് നമ്മുടെ അവസ്ഥ. ആ വീട്ടിലാ ചെറുപ്പക്കാരൻ്റെ ഒരു 10-30 വയസ്സുള്ള ആൾ, അയാളിങ്ങനെ ഇരുന്ന് കരയുണ്ട്. ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ കരയണത് എന്ന്. പറഞ്ഞു, എന്റെ അച്ഛൻ മരിച്ചു എന്ന്. അച്ഛൻ മരിക്കാന്ന് പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും മരിക്കില്ല, അതിലൊക്കെ എത്ര കരയാനുണ്ടോ എന്ന്. എനിക്ക് അതിലെല്ലാം വേദന. പിന്നെ എന്തിനാ വേദന? അച്ഛൻ മരിക്കുമ്പോൾ എന്റെ പേരിൽ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാ പോയതെന്ന്. ഭാഗ്യവാനല്ലേ? ഇന്നത്തെ അച്ഛന്മാർക്കൊന്നും ആ ബുദ്ധി തോന്നാറില്ല. എന്റെ അച്ഛൻ അങ്ങനെയെങ്കിലും ഒരു ബുദ്ധി തോന്നിയല്ലോ, 2 ലക്ഷം നിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാൻ. നീ ഭാഗ്യവാനല്ലേ, സന്തോഷിക്കല്ലേ വേണ്ട, അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അതിലല്ല ദുഃഖമുള്ളത്. പിന്നെയോ എന്റെ ദുഃഖം എന്ന് പറഞ്ഞാൽ അമ്മ മരിച്ചതിലാണെന്ന്. അമ്മ മരിച്ചാൽ
വളരെ ദുഃഖം തന്നെയാണ്. എന്നാ അമ്മ മരിച്ചത്? ഇല്ല, 2 ആഴ്ച മുമ്പ് എന്റെ അമ്മ മരിച്ചു. അത് വേദന തന്നെയാണ്. കാരണം അച്ഛനേക്കാൾ സ്നേഹബന്ധം എന്തായാലും അമ്മയോടുണ്ടാവുന്നത്. പക്ഷെ അതിനല്ല എനിക്ക് ദുഃഖം എന്ന്. പിന്നെന്തിനാ ദുഃഖം? അമ്മ മരിക്കുന്നതിന് മുമ്പ് പറമ്പും വീടൊക്കെ എന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇനി എന്താ, വീട്ടിൽ പ്രശ്നമില്ലല്ലോ, എല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചില്ലേ? അല്ലെങ്കിൽ നീ കോടതിയിലൊക്കെ പോയിട്ട് അത് ശരിയാക്കി എടുക്കണ്ടേ? അപ്പൊ നീ ഭാഗ്യം ചെയ്തവനാണ്, അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. എനിക്ക് അതിലും അല്ല ദുഃഖം എന്ന്. പിന്നെന്തിനാ ദുഃഖം? എന്റെ മുത്തശ്ശനും മരിച്ചു കഴിഞ്ഞ മാസം. അതിലൊക്കെ എന്താ ദുഃഖിക്കായിരിക്കാൻ? അമ്മ മരിച്ചതിനേക്കാൾ അപ്പുറം നല്ലല്ലോ മുത്തശ്ശൻ മരിച്ചത്. ഇല്ല, മുത്തശ്ശൻ മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വത്ത് എന്റെ പേരിൽ എഴുതി വെച്ചു എന്നാണ്. ഇവിടെ നിന്നെപ്പോലെ ഭാഗ്യം ചെയ്തവരാരായി ലോകത്തിലുണ്ട്? ഇതൊക്കെ അവർ എഴുതി വെച്ചിട്ടാണല്ലോ മരിക്കുന്നത്. നീ ഭാഗ്യവാനാണെന്ന്. പക്ഷെ ഞാൻ അതിലൊന്നുമല്ല ദുഃഖിക്കുന്നത്. പിന്നെന്തിനാ ദുഃഖിക്കുന്നത്? ഇനി ആരും എഴുതി വെക്കാനില്ലല്ലോ എന്ന് ഓർത്തിട്ടാ ദുഃഖം. അത് തല്ല് കിട്ടാത്ത ദുഃഖം നിനക്ക്. ഇത്രയൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇനി നീ ദുഃഖിക്കുന്നു പറഞ്ഞാൽ, ഇതുപോലെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് എല്ലാം ഉണ്ടായിട്ട് നമ്മളിരുന്ന് കരയണോ പറഞ്ഞാൽ, വേദനിക്കണോ പറഞ്ഞാൽ, കംപ്ലൈന്റ് ചെയ്യണോ പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ഞാൻ നിന്റെ കാര്യം ഓർത്ത് കരഞ്ഞു പോവാണ്. കാരണം നീ ഈ കൃഷ്ണനെ സുഹൃത്തായി കൊണ്ടു നടക്കുമ്പോഴും വാസ്തവത്തിൽ നീ അറിയുന്നില്ല ആരായി കൃഷ്ണന്. നീ ഒരു ബന്ധുവായി, അമ്മ അവന്റെ പുത്രനായി, സാരഥിയായി, സഖാവായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, ഇതൊന്നുമല്ല ഉണ്ണി. പിന്നെയോ, യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോ സജീവം ദൂരം സൗഹൃദാതസാരഥിം യേശ വൈ ഭഗവാൻ സാക്ഷാലാദ്യോ നാരായണ പുമാൻ മോഹയൻ മായാലോകം ഗൂഢശ്ചരതി വിഷ്ണിഷു. പറയണോ, നീ അമ്മാവന്റെ പുത്രനായിട്ടും സാരഥിയായിട്ടും സുഹൃത്തായിട്ടൊക്കെ കൊണ്ടു നടക്കുന്ന കൃഷ്ണനുണ്ടല്ലോ, യേശ വൈ ഭഗവാൻ സാക്ഷാൽ ഭഗവാനാണുണ്ണി. എല്ലാവരുടെയും ഹൃദയത്തിലിരുന്ന് എല്ലാവരെയും എല്ലാവരാക്കി തീർക്കുന്ന ശക്തിയാണെന്ന് നീ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ കൃഷ്ണനെ നിനക്ക് മനസ്സിലാവാത്തതെന്ന്. കേവലം ഒരു വ്യക്തിയായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു വിഗ്രഹമായിട്ട് നമ്മൾ കൃഷ്ണനെ കണ്ടതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാ പറയുന്നത്. ഭഗവാൻ തന്നെ ഗീതയിൽ വളരെ വിഷമത്തോടുകൂടി പറയും. 9ാമത്തെ അധ്യായം എടുത്താൽ ഗീതയിൽ നിങ്ങൾക്ക് കാണാം ഈ ശ്ലോകം. അവജാനന്തി മാം മൂഢാ മാനുഷിം തനുമാശ്രിതം പരം ഭാവമജാനന്ദ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാം മൂഢാഹ, മൂഢന്മാര് എന്നെ മനസ്സിലാക്കുന്നില്ല അർജുന. അവരെങ്ങനെയാ മനസ്സിലാക്കുന്നത്? കേവലം മാനുഷ്യൻ തനും ആശ്രിതം, മനുഷ്യന്റെ രൂപമെടുത്തൊരു വിഗ്രഹത്തിൽ ശംഖചക്ര കഥകൾ ധരിച്ചിരിക്കുന്ന ഒരാളായിട്ട് അവരെന്നെ കാണുന്നു എന്നാണ്. എങ്ങനെ കാണുന്നില്ല? പരംഭാവമജാനന്ദ, എന്റെ പരമമായ ഭാവം കാണുന്നില്ല. എന്താ പരമമായ ഭാവം എന്ന് പറഞ്ഞാൽ? സർവഭൂതമഹേശ്വരം, ഞാൻ സർവഭൂതങ്ങളിലും ഈശ്വരനായിട്ടിരിക്കുന്നു. അവരെയൊക്കെ ഞാനാണ് ആളാക്കി തീർക്കുന്നതെന്ന് അവരറിയുന്നില്ല. അതിനൊരു ഭാഗ്യം വേണമെന്ന് പറയാണ്. അപ്പൊ അപ്രകാരം ഭഗവാനെ നമ്മളിലുണ്ടെന്നും കൂടെയുണ്ടെന്നും മനസ്സിലാക്കാതെ ജീവിച്ചതുകൊണ്ടാണ് ഉണ്ണി നിനക്ക് ഇങ്ങനെയൊക്കെ വേദന എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ നേരെ നിന്ന് നോക്കി ചിരിച്ചു. ഭഗവാൻ പറഞ്ഞു, അവിടുന്ന് ധർമ്മപുത്രന് വേണ്ട ഉപദേശമൊക്കെ ഒന്ന് കൊടുക്കണമെന്ന്. അങ്ങനെ അവിടെ വെച്ച രാജധർമ്മം, ദാനധർമ്മം, മോക്ഷധർമ്മം, ഭക്തി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭീഷ്മാചാര്യൻ ശരശൈലുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് സ്ത്രീധർമ്മം പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് പാഞ്ചാലി ഒന്ന് ചിരിച്ചു എന്നാണ്. പാഞ്ചാലി ചിരിച്ചവൻ പറഞ്ഞു, പാഞ്ചാലി ഇങ്ങനെയൊന്നും ചിരിക്കാൻ പാടില്ല, സഭയിൽ സ്ത്രീകൾ അതാണല്ലോ കലഹത്തിന് കാരണമൊരുക്കുന്നത് എന്ന്. ആ സമയത്ത് പാഞ്ചാലി ചോദിക്കുകയാണ്, അല്ല പിതാമഹ, അങ്ങ് സ്ത്രീകളോട് രാജാവ് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതൊക്കെ എന്റെ ആര്യപുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അന്ന് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഈ ധർമ്മമൊന്നും അങ്ങ് പറയുന്നത് ഞാൻ കേട്ടില്ലല്ലോ എന്ന്. ആ നിറഞ്ഞ സഭയിൽ വെച്ച ദുശാസനൻ ഞാൻ പുറത്തായ സമയത്ത്, ഒരു സ്ത്രീ പുറത്തു വരാൻ പാടില്ലാത്തൊരു സമയത്ത് വലിച്ചഴച്ച് കൊണ്ടുവന്ന് എന്റെ സാരി വലിച്ചു മാറ്റുമ്പോ അങ്ങ് ഈ ധർമ്മങ്ങളൊന്നും പറയാതെ നോക്കിയിരുന്നുവല്ലോ, അന്നതെന്താ ഒന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പം ഭീഷ്മാചാര്യൻ കണ്ണുകൾ അടച്ചിട്ട് പറഞ്ഞു, ദേവി പറഞ്ഞത് വളരെ ശരിയാണ്. അന്ന് എനിക്കിത് പറയാൻ പറ്റാത്തതിന് കാരണം ദുര്യോധനന്റെ ചോറ് കഴിച്ച് എന്റെ രക്തം ദുഷിച്ചു പോയിരുന്നു ദേവി. ഇന്ന് അർജുനന്റെ അസ്ത്രമേറ്റ് ആ ദുഷിച്ച രക്തമൊക്കെ വാർന്നുപോയി. എന്റെ ശരീരവും മനസ്സും ഇന്ന് പരിശുദ്ധമാണ്. അതുകൊണ്ട് ഇന്നിതെനിക്ക് പറയാനുള്ള യോഗ്യതയുണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ പറയാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല പ്രിയണ. മനസ്സിലാവുണ്ടോ? ഇത് രണ്ടും ഉണ്ടാവണമെന്നാണ്. അറിവും ഉണ്ടാവണം, പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യത ഉണ്ടാവണം. ഇന്നിപ്പോ വീടുകളിലതാ ഇല്ലാത്തത്.
എല്ലാവരും ഉപദേശിക്കാനുള്ള അറിവുണ്ട്, പക്ഷെ യോഗ്യത നമുക്കാർക്കും പോരാന്ന് പറയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്തത്. അപ്പോ അങ്ങനെ യോഗ്യത ഇല്ലാത്തതുകൊണ്ടാണ് അന്നത് പറഞ്ഞിട്ട് മനസ്സിലാവാഞ്ഞത്. ഏതായാലും അത് കേട്ടപ്പോഴേക്കും ദേവിയും കണ്ണുകൾ വെള്ളം നിറച്ചു. കാരണം എത്ര മഹത്വമാർന്ന വ്യക്തിത്വമാണ് ഈ ഭീഷ്മപിതാമഹൻ എന്ന് കണ്ട് അവിടെ വെച്ചിട്ട് അവസാനം ധർമ്മപുത്രക്ക് ഭക്തിയുണ്ടാവാൻ, ഭഗവാനിലേക്ക് മനസ്സുയർത്താൻ വിഷ്ണു സഹസ്രനാമം കൂടി പറഞ്ഞു കൊടുത്തു എന്നാണ്. പിന്നീട് ഭഗവാനെ നോക്കിക്കൊണ്ട് അതാ ഭീഷ്മപിതാമഹൻ തന്റെ അവസാനത്തെ യാത്രയ്ക്ക് തയ്യാറാവുന്നു. ഉത്തരായണ സമയം തുടങ്ങുന്ന ജനുവരി മാസം 15-ാം തീയതി 14-ാം തീയതി ആ സന്ധ്യാസമയത്ത് അവിടെ വെച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ആ ഭീഷ്മപിതാമഹൻ അവസാനമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നൊരു സ്തുതിയുണ്ട്. വളരെ മനോഹരമായ സ്തുതി. ഭഗവാനോട് പറയാണ്, ഞാൻ കൗരവപക്ഷത്ത് ചേർന്ന് ധർമ്മിഷ്ഠരായ പാണ്ഡവന്മാർക്കും അങ്ങയ്ക്കും നേരെ യുദ്ധം ചെയ്യുമ്പോഴും ഭഗവാനെ എന്നോട് പരമകാരുണ്യം കാണിച്ച് യുദ്ധക്കളത്തിൽ വന്നില്ലേ അങ്ങ്? ഈ ശരീരം ഉപേക്ഷിക്കാൻ നേരത്ത് കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടല്ലേ അങ്ങ് ഇവിടെ എത്തിച്ചേർന്നത്? ഞാൻ എന്ത് പുണ്യമാണ് അതിന് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഭാഗ്യവാനാണ്, കൃതാർത്ഥനാണ്. എന്റെ ശരീരം ഉപേക്ഷിക്കാൻ നിൽക്കുന്ന സമയത്ത് അങ്ങേ കാണാൻ എനിക്ക് സാധിച്ചുവല്ലോ എന്ന് പറഞ്ഞിട്ട് ഗോപികമാരുടെ ഒരു ഭക്തിയുണ്ടല്ലോ ഭഗവാനെ. ഭർത്താവുണ്ടായിട്ടും മക്കളുണ്ടായിട്ടും എല്ലാം ഉണ്ടായിട്ടും കൃഷ്ണനാണ് സർവസ്വമെന്ന് മനസ്സിലാക്കി ആ കൃഷ്ണഭക്തിയിൽ, കൃഷ്ണഗീതയിൽ മനസ്സിനെ അലിയിപ്പിച്ച ഗോപികമാരുടെ ഭക്തിയുണ്ടല്ലോ, അത് തന്ന് അനുഗ്രഹിക്കൂ. ജീവിതത്തിൽ അതാണ് പരമസമ്പത്തെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ഭഗവാൻ യുദ്ധക്കളത്തിൽ അർജുനന്റെ സാരഥിയായിട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, പാർത്ഥസാരഥിയുടെ ചിത്രം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ ചിത്രം മനസ്സിലെപ്പോഴും തെളിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ശിശുപാലനോട് നേരെ കാണിച്ചൊരു കാരുണ്യമുണ്ടല്ലോ, അതൊക്കെ എന്നിലും ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഭഗവാനെ കണ്ടുകൊണ്ട് അതാ ശരീരം ഉപേക്ഷിക്കുന്നു ഭീഷ്മപിതാമഹൻ. ഇപ്രകാരം സന്ധ്യാസമയത്ത് സ്വച്ഛന്ത മൃത്യു എന്ന വരം കൈവരിച്ച അദ്ദേഹം സ്വയം കണ്ണുകൾ അടച്ചുകൊണ്ട് കൃഷ്ണനെ നോക്കിക്കൊണ്ട് അവസാനത്തെ ശ്വാസം വലിച്ചു എന്നാണ്. അങ്ങനെ ഈ ഭാരതഭൂമിയെ പവിത്രമാക്കിയ ഒരു ഭക്തോത്തമനായിരുന്നു ഭീഷ്മാചാര്യൻ. ഇനി നമുക്ക് ഭീഷ്മാചാര്യനെ കാണാൻ സാധിക്കും. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം പറയുമ്പോൾ ഉദ്ധവർ ചോദിക്കും ഭക്തിയെക്കുറിച്ച്. ആ സമയത്ത് ഭഗവാൻ പറയും, ഉദ്ധവരെ ഭക്തിയെക്കുറിച്ച് പറയാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി ഭീഷ്മപിതാമഹനാണ്. അതുകൊണ്ട് ഭീഷ്മപിതാമഹൻ പണ്ട് ധർമ്മപുത്രന് പറഞ്ഞു കൊടുത്ത കാര്യം അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ. അതിനുശേഷം പിന്നെ 10ഉം 11ഉം അധ്യായങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുന്ന രംഗങ്ങളാണ്. അതിനുശേഷം പിന്നെ 13ാമത്തെ അധ്യായം വിതുരന്റെ തിരിച്ചുവരവാണ്. അതിനുശേഷം 14ഉം 15ഉം 16ഉം അധ്യായങ്ങൾ ഭഗവാൻ ദ്വാരകയിൽ പോയതിനു ശേഷം ഒരു ദിവസം അർജുനൻ പോവുകയാണ് ഭഗവാനെക്കുറിച്ച് അറിയാനും മറ്റുമൊക്കെയായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ഭഗവാനെക്കുറിച്ച് അറിഞ്ഞ് തിരിച്ചു വരുന്നില്ല. 6 മാസമായി അർജുനൻ പോയിട്ട്. ഇവിടെയാണെങ്കിലോ ദുർനിമിത്തങ്ങളും പലതര ദുരന്തങ്ങളും ദുഃഖങ്ങളും കാണുന്നു. ധർമ്മപുത്രർക്ക് മനസ്സിലായി എവിടെയൊക്കെയോ എന്തൊക്കെയോ താളം തെറ്റിയിട്ടുണ്ട് എന്ന്. വാസ്തവത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച് കാലം കുറയായി. അതിനുശേഷമാണ് അർജുനൻ തിരിച്ചു വരുന്നത്. വിതുരൻ അറിയാമായിരുന്നു വിതുരർക്ക്, പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുത്തില്ല ധർമ്മപുത്രർക്ക്. കാരണം താങ്ങാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോഴിതാ ഭീമനോട് പറയാണ്, ഉണ്ണി നീ ഒന്ന് പോയി നോക്കുക, അർജുനനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭീമൻ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് അർജുനന്റെ തിരിച്ചുവരവ്. ഗാണ്ഡീവവുമായി പോയ അർജുനൻ ഗാണ്ഡീവമില്ലാതെ തളർന്ന മനസ്സോടുകൂടി, ദുഃഖിക്കുന്ന മനസ്സോടുകൂടിയിട്ട് കണ്ണുനീര് വലിപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ധർമ്മപുത്രൻ ചോദിക്കും, എന്താ ഉണ്ണി, ദ്വാരകയിൽ കൃഷ്ണന്റെ സുഖം തന്നെയല്ലേ? അവിടെ വസുദേവർക്കും ദേവകീദേവിക്കും സുഖം തന്നെയല്ലേ? അവിടെ രുക്മിണി തുടങ്ങിയിട്ടുള്ളവർക്കൊക്കെ ദേവിമാർക്കൊക്കെ സുഖം തന്നെയല്ലേ? പ്രദ്യുമ്നാദികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? എന്താ ഉണ്ണി നീ ഒന്നും പറയുന്നില്ല? ബലരാമസ്വാമിക്ക് സുഖം തന്നെയല്ലേ? എന്നിങ്ങനെ പറഞ്ഞപ്പോ പൊട്ടി കരഞ്ഞുകൊണ്ട് 15ാം അധ്യായത്തിൽ അർജുനൻ മറുപടി പറയാണ്, വഞ്ചിതോഹം മഹാരാജ ഹരിനാബന്ധുരൂപിണാം യേനമേ അപഹൃതത്തേജോ ദേവവിസ്മാപനം മഹൽ. വഞ്ചിതോഹം മഹാരാജ, മഹാരാജാവേ ഞാൻ വഞ്ചിക്കപ്പെട്ടു. എന്റെ ബന്ധുവായ പരമമിത്രമായ കൃഷ്ണൻ
എന്നോടൊരു വാക്കുപോലും പറയാതെ സ്വന്തം ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നെ കാത്തിരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എല്ലാ സ്നേഹബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് കൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ചിരിക്കുന്നു. കുലം മുഴുവൻ നശിച്ചിരിക്കുന്നു. ഏതൊരു കൃഷ്ണന്റെ കാരുണ്യത്താലാണോ മഹാഭാരത യുദ്ധത്തിൽ ഞാൻ തളർന്നപ്പോ ആ തളർച്ചയിൽ നിന്നും ഉണർന്നുകൊണ്ട് സടകുടഞ്ഞ് എണീറ്റ് എന്റെ ധർമ്മം എനിക്ക് അനുഷ്ഠിക്കാൻ സാധിച്ചത്, ഏതൊരു ഭഗവത് കാരുണ്യത്താലാണോ ഈ ധർമ്മപുത്ര ജ്യേഷ്ഠ നിനക്ക് രാജസൂയം ചെയ്യാൻ സാധിച്ചത്, ഏതൊരു ഭഗവത് കാരുണ്യത്താലാണോ പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിൽ നിന്ന് മുക്തയായത്, ഏതൊരു ഭഗവത് കാരുണ്യത്താലാണോ നമ്മുടെ ഭീമസേന എന്ന ഭീമന്റെ ജ്യേഷ്ഠന് ജരാസന്ധനെ വധിക്കാൻ സാധിച്ചത്, ആ കൃഷ്ണൻ ഇന്ന് നമ്മുടെ ആരുടെയും കൂടെ ഇല്ല. അദ്ദേഹം ശരീരം വിട്ടു പോയിരിക്കുന്നു, കുലമെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭഗവാന്റെ ദേഹവിയോഗത്തെക്കുറിച്ച് അവിടെ വെച്ച് പറഞ്ഞു, ഭഗവാനെ എത്ര പ്രാവശ്യം ഞാൻ അങ്ങേ കളിയാക്കി, എത്ര പ്രാവശ്യം എന്നെയും അവിടുന്ന് കളിയാക്കി, ഞാനിതൊക്കെ ഒരു സത്യമാണെന്ന് കരുതി ഒരു ദിവസം അങ്ങില്ലാത്ത ലോകം വരുമെന്ന് സ്വപ്നം കാണാൻ അന്നെനിക്ക് സാധിച്ചില്ല. ഇന്നിതാ ലോകം വന്നിരിക്കുന്നു. അങ്ങ് ശാരീരികമായി ഇല്ലാത്തൊരു ലോകത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അർജുനന്റെ മനസ്സ് അല്പനേരം കൊണ്ട് അന്ന് മഹാഭാരത യുദ്ധത്തിൽ വെച്ച് പറഞ്ഞ ഭഗവത്ഗീതയിലേക്ക് കടന്നുപോയി എന്നിവിടെ 29, 30 തുടങ്ങിയ ശ്ലോകങ്ങളിലൂടെ വ്യാസര് പറഞ്ഞു വയ്ക്കുകയാണ്. പറയുന്നു, വാസുദേവാംഗ്രിനുധ്യാന പരിബ്രംഹിതരം ഹസാ ഭക്ത്യാ നിർമ്മതിദാശേഷ കഷായ വിഷ്ണോർജുന ഗീതം ഭഗവതാജ്ഞാനം യത്തസംഗ്രാമമൂർധനി കാലകർമ്മതമോരുദ്ധം പുനരദ്യങ്ങമൽ വിഭൂ. കാലകർമ്മതമോരുദ്ധം, കാലത്താൽ അർജുനൻ മറന്നുപോയ ആ ഭഗവത്ഗീതയിലെ പരമജ്ഞാനം അർജുനന് ബോധ്യപ്പെട്ടു. അന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് യുദ്ധക്കളത്തിൽ വെച്ച്, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാതിപാഹ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃപരം. അർജുന, ഞാൻ മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, നീ മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, ഈ കാണുന്ന രാജാക്കന്മാരും മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, ആരും മുമ്പുണ്ടാവാതിരുന്നിട്ടില്ല, എല്ലാവരും എക്കാലത്തും എപ്പോഴും ഉള്ളവരായിരുന്നു എന്ന പരമസത്യം അന്ന് അർജുനന് പറഞ്ഞുകൊടുത്തപ്പോ അന്ന് അർജുനന് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പോഴിതാ അർജുനന് ബോധ്യം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അന്നും ഇന്നും കൃഷ്ണൻ ജീവിച്ചിരിക്കുന്നത് സ്ഥൂല രൂപത്തിലല്ല, സൂക്ഷ്മ രൂപത്തിൽ. കൃഷ്ണനെ കൃഷ്ണനാക്കി നിലനിർത്തിയതൊരു മനസ്സാണ്, എന്നെ ഞാനാക്കി നിർത്തുന്നതൊരു മനസ്സാണ്. ശരീരം നശിച്ചു പോയാലും മനസ്സൊരിക്കലും നശിക്കുന്നില്ല എന്ന പരമസത്യം അർജുനന് ബോധ്യം വന്നു. ഞാനും നിങ്ങളും അത്തരത്തിലൊക്കെ ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ വിഷമങ്ങളെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കാത്തത്. ശരീരം മാറുന്നുണ്ട്, പക്ഷെ മനസ്സ് മാറുന്നത് നമ്മളാരും അനുഭവിച്ചിട്ടില്ല. ഒരു ശിശുവിന്റെ ശരീരത്തിലിരുന്ന മനസ്സ് ഇന്നും ഈ ശരീരത്തിൽ നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ ശിശുവിന്റെ ശരീരം നമ്മുടെ കൂടെയില്ല. ശിശുവിന്റെ ശരീരത്തിന് മാറ്റം വന്നുപോയി. ഇനി നമുക്ക് ആ ശരീരത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. പക്ഷെ ഇവിടെ ഇരുന്നു കൊണ്ട് ശിശുവിന്റെ ശരീരത്തിലിരുന്ന മനസ്സിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. മനസ്സിന് പ്രായമില്ല, മനസ്സിന് ജനനമില്ല, മനസ്സിന് മരണമില്ല. ശരീരം വിട്ടുപോയാലും മനസ്സെന്നും നിലനിൽക്കുന്നു എന്ന പരമാർത്ഥം അർജുനന് ശരിക്കും ബോധ്യം വന്നു. ആ അർജുനൻ ഇത് ബോധിച്ചതും അവിടെ വെച്ച് വിശോകോ ബ്രഹ്മസമ്പത്യ സംഛിന്നദ്വൈത സംശയ ലീനപ്രകൃതിനൈഗുണ്യാൽ അലിംഗത്വാല സംഭവ നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ സപദായമതിം ചക്രേ നബദാത്മായുധിഷ്ഠിര. ആ അർജുനൻ നിശ്ചയിക്കുകയാണ്, ഇനി ഏതായാലും ഇവിടെ ഈ രൂപത്തിൽ ഞാൻ നിൽക്കില്ല. എല്ലാ രാജകീയ വസ്ത്രങ്ങളും അഴിച്ചുമാറ്റി ഭരവരിയും മറ്റും ധരിച്ചുകൊണ്ട് അർജുനൻ പറഞ്ഞു, ഞാനിതാ ഇവിടെ നിന്നും ഇറങ്ങുന്നു എന്ന്. അപ്പോഴേക്കും ധർമ്മപുത്രനും പറഞ്ഞു, ഇനി കൃഷ്ണനില്ലാത്ത ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അവിടെ നിന്നും അവർ രാജകീയ വസ്ത്രങ്ങളൊക്കെ അഴിച്ചുമാറ്റി, എല്ലാ ആഭരണങ്ങളും ഉടയാടകളും അഴിച്ചുമാറ്റി. അപ്പോഴേക്കും പരീക്ഷിത്ത് രാജാവ് ജനിച്ചു വളർന്ന് കല്യാണമൊക്കെ കഴിച്ച് ഇരാവതി എന്ന് പറയുന്ന പെൺകുട്ടിയൊക്കെ കല്യാണം കഴിച്ച് തയ്യാറായിട്ടുണ്ടായിരുന്നു. പരീക്ഷത്തിനെ മന്ത്രിമാരുടെ മുന്നിൽ വെച്ച് രാജാധികാരം ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അതിനുശേഷം ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കുന്തിദേവി എന്ത് ചെയ്തു?
ത്രിതാവി അനുസുത്യതനം ചയോദിതം നാശം യദോനാം ഭഗവൽഗതിം ചതാം ഏകാന്തഭക്ത്യാ ഭഗവത്യുദോക്ഷജേ നിവേശിതാത്മോ പരരാമ സംസദേ. ആ കുന്തിദേവി ഇതെല്ലാം കേട്ടപ്പോ മനസ്സിലായി കൃഷ്ണൻ ജീവിച്ചിരിക്കില്ല ഈ ഭൂമിയിലെന്ന്. അവരുടനെ തന്നെ തന്റെ മനസ്സിനെ പൂർണ്ണമായും കൃഷ്ണസ്മരണയിൽ ഉറപ്പിച്ചുകൊണ്ട് മക്കളെ സ്മരിച്ചു പോയൊരു കുന്തിദേവിയല്ല ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവത് സ്മരണയിൽ ശരീരം വിട്ടുപോയൊരു കുന്തിദേവിയെ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഭഗവത് സ്മരണയിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് കുന്തിദേവി ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. പാണ്ഡവരാവട്ടെ അവിടെ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടു. നേരെ കേദാർനാഥിൽ ചെന്ന് പരമശിവനെ നമസ്കരിച്ചു. അവിടെ നിന്നും ബദരിക ആശ്രമത്തിലേക്ക് നടന്നു. നരനാരായണ ഋഷീശ്വരന്മാരുടെ തപസ്സുകൊണ്ടും ഭഗവാന്റെ നിത്യസാന്നിധ്യം കൊണ്ടും ധന്യമായ പവിത്രമായ ആ ബദരിക ആശ്രമത്തിലെത്തി. അവിടെയും അളകനന്ദയെ കുളിച്ചു തൊഴുത് അവർ അവിടെ നിന്നും പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ സരസ്വതി നദിയും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറേ ദൂരം നടന്ന് ലക്ഷ്യം എന്തെന്നറിയില്ല, നടക്കുകയാണ് മുന്നോട്ട്. അങ്ങനെ നടക്കുന്ന സമയത്ത് പാഞ്ചാലി ദേവി തളർന്നു വീണു പ്രിയാണ്. ആ സമയത്ത് നകുലനും സഹദേവനും പാഞ്ചാലി ദേവിയെ താങ്ങിയെടുക്കാൻ വേണ്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ധർമ്മപുത്രന്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ നോക്കിയപ്പോ ഭാഗവതം പറയുന്നു, ധർമ്മപുത്രൻ തിരിഞ്ഞു നോക്കിയതേയില്ല. തന്റെ മുന്നോട്ടുള്ള ഗതിയെ ആരാലും ഡിസ്റ്റർബ്ഡ് ആവാതെ അല്പം പോലും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നു എന്നാണ്. നമുക്ക് തോന്നും, ഒരു ഭാര്യ ഇത്രയൊക്കെ ഭർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് 5 പേരുടെ ഭാര്യാപദത്വം ഏറ്റെടുത്തിട്ട് ആ ഭാര്യ തളർന്നു വീണപ്പോ തിരിഞ്ഞു നോക്കാത്തൊരു രാജാവാണോ, അയാൾ ധർമ്മജ്ഞനാണോ? പക്ഷേ പാഞ്ചാലി തളർന്നു വീഴുന്ന രംഗം ഭാഗവതം എഴുതി വച്ചിരിക്കുന്നു മനോഹരമായിട്ട്. എങ്ങനെയാണ് പാഞ്ചാലി വീണത്? ദ്രൗപദീ ചതദാജ്ഞായ പദീനാം അനപേക്ഷതാം വാസുദേവേ ഭഗവതീ ഏകാന്തമതിരാപദം. ആ പാഞ്ചാലി ദേവി തളർന്നു വീഴുന്ന സമയത്ത് പദീനാം അനപേക്ഷതാം, ഒരു ഭർത്താവിന്റെയും പേര് പോലും വിളിക്കാതെ, ആരെയും മനസ്സുകൊണ്ട് സ്മരിക്കുക പോലും ചെയ്യാതെ ആ പാഞ്ചാലി വാസുദേവേ ഭഗവതി, തന്നെ താനാക്കി തീർത്തിരിക്കുന്ന ആ ഭഗവത് ചൈതന്യമായ വാസുദേവനെ ഏകാന്തമതി എന്ന് പറഞ്ഞാൽ ദൃഢമായ പ്രേമത്തോടുകൂടി സ്മരിച്ചു എന്നാണ്. എന്നിട്ട് ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. ഒരുപക്ഷെ ധർമ്മപുത്രൻ തിരിഞ്ഞു നോക്കാത്തതിന് കാരണവും അതായിരിക്കും. പാഞ്ചാലിയുടെ ശരീരമേ തളർന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പാഞ്ചാലിയുടെ മനസ്സ് തളർന്നിട്ടില്ല എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ശരീരം തളർന്നാലും മനസ്സ് തളരുന്നില്ല എന്നത് കുന്തിദേവിയിലൂടെ നമുക്ക് കാണാം, ഭീഷ്മാചാര്യയിലൂടെ നമുക്ക് കാണാം. ശരശയിൽ കിടക്കുമ്പോഴും തളരാത്തൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ധർമ്മോപദേശം ചെയ്യാൻ സാധിച്ചത്, വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചത്. ഇവിടെ ഇതാ പാഞ്ചാലി ദേവിയും ശരീരം തളർന്നു വീണപ്പോഴും മനസ്സുകൊണ്ട് തളരാതെ ഭഗവാൻ വാസുദേവനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു എന്ന് ഭാഗവതം പറയുന്നു. 4-ാമത്തെ സ്കന്ധത്തിൽ ദക്ഷന്റെ കഥ പറയുമ്പോൾ പരമശിവൻ സതീദേവിയെ പറഞ്ഞയക്കുന്ന ആ രംഗം. സതീദേവിക്ക് അച്ഛൻ ദക്ഷനെ കാണണം നല്ല മോഹമുണ്ട്. പരമശിവൻ പറഞ്ഞു പോകേണ്ട കുട്ടീന്ന്. പക്ഷെ അതൊന്നും അനുസരിച്ചില്ല. എന്തായാലും പോകണം അങ്ങോട്ട് വാശി വെച്ചു. നവിനെ പോട്ടെ അങ്ങോട്ട് കരുതി ഭഗവാൻ. അതെന്തിനാണെന്നത്രേ പറയാണ്, സതീദേവിയുടെ ആയുസ് നിന്നിട്ടുണ്ടേ, അധികമൊന്നുമില്ല. അപ്പൊ ദക്ഷന്റെ, അതായത് പിതാവിന്റെ അടുത്ത് പോയിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ മിക്കവാറും എന്നെക്കുറിച്ച് സ്മരിക്കും. അതല്ല ഇവിടെ വെച്ചിട്ടാണ് ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ അച്ഛനെക്കുറിച്ച് സ്മരിക്കും. അച്ഛനെക്കുറിച്ചാണ് സ്മരിക്കുന്നതെങ്കിൽ വീണ്ടും അച്ഛന്റെ പുത്രിയായിട്ട് വരേണ്ടി വരുമെന്നാണ്. നമ്മൾ അവസാനം ആരെയും സ്മരിച്ചിട്ടാണോ ശരീരം ഉപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് വരും എന്നുള്ളതാണ്. അത് മറ്റന്നാളെ നമുക്ക് കാണാം എങ്ങനെയാണ് നമ്മൾ വരിക എന്നുള്ളത്. ഏതായാലും ഇങ്ങനെ ആരെ സ്മരിച്ചുകൊണ്ടാണോ ആ സതീദേവി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വീണ്ടും പാർവതീദേവിയായിട്ട് വന്നു എന്നാണ് കഥ പറയുന്നത്. ഇവിടെ ഈ പാഞ്ചാലിയുടെ കഥ പറഞ്ഞ് അങ്ങനെ പാണ്ഡവർ ഓരോരുത്തരായിട്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. പിന്നീട് 16ഉം 17ഉം അധ്യായങ്ങളൊക്കെ പരീക്ഷത്തിന്റെ രാജ്യഭരണത്തെക്കുറിച്ച് പറയാണ്. വളരെ ധർമ്മജ്ഞനായിട്ട് നീതിമാനായിട്ട് പ്രജകളുടെ ക്ഷേമവും മറ്റും നോക്കിക്കൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ എല്ലാവരും പ്രീതരായി, എല്ലാവരും സന്തുഷ്ടരായി. ഒരിക്കലും പ്രജകളുടെ ക്ഷേമം കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ കുതിരപ്പുറത്ത് കറങ്ങുമ്പോൾ ഒരു കാഴ്ച കണ്ടു എന്നാണ്. എന്താ കാഴ്ച?
ഒരു കാളയും പശു ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. കാളയുടെ 4 കാലിൽ 3 തളർന്നിട്ടുണ്ട്. ഒന്നിലാണ് അതിന്റെ നിൽപ്പ് മുഴുവൻ. രാജാവിന് വല്ലാത്ത സങ്കടം തോന്നി. ഇന്നായിരുന്നു പരീക്ഷത്ത് രാജാവ് ജീവിച്ചിരുന്നെങ്കിൽ മിക്കവാറും ആളുകൾ ഷൂട്ട് ചെയ്ത് കൊല്ലും. കാരണം കാളയുടെയൊക്കെ മാംസം ഇങ്ങനെ തൂക്കിയിരുന്ന കാലമാണിത്. രാജാവിന് കാലൊടിഞ്ഞ കാളയെ കാണുമ്പോൾ തന്നെ വിഷമം വന്നു പ്രിയാണ്. ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അത്. അദ്ദേഹം കുതിരപ്പുറത്തുനിന്നിറങ്ങി ആ കാളയുടെയും പശുവിന്റെയും നേരെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് കറുത്ത വേഷത്തിൽ ഒരാള് രാജകീയ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് കയ്യിൽ ആയുധവുമായിട്ട് നിന്ന് കാളയെ ദ്രോഹിക്കുന്നു. രാജാവിനെ കണ്ടപ്പോഴേക്കും അയാൾ കാൽക്കൽ വീണു, രാജാവിന്റെ കാൽക്കൽ. രാജാവ് ചോദിച്ചു, നീ ആരാണെന്ന്. ആ സമയത്ത് അയാൾ പറയാണ്, ഞാനാണ് മിസ്റ്റർ കലി എന്ന് വെച്ചാൽ കലികാലം വന്നു എന്നർത്ഥം. കലിയാണ് താൻ. അപ്പൊ ആരാ ഈ കാള, ആരാണ് ഈ പശു എന്നൊക്കെ അവരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, രാജൻ, ഞങ്ങളാണ് ഈ ലോകത്തെ നിലനിർത്തുന്ന ശക്തികളായ ധർമ്മവും ഭൂമിദേവിയും. പശു തന്നെ വെളിപ്പെടുത്തി, ഞാൻ ഭൂമിദേവിയാണെന്ന സത്യം വെളിപ്പെടുത്തി. കാള വെളിപ്പെടുത്തി, ഞാൻ ധർമ്മമൂർത്തിയാണെന്ന്. അപ്പൊ ചോദിച്ചു, എന്താ ഇങ്ങനെയൊക്കെ ഞാൻ കാണുന്നത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്ന് ശരീരം ഉപേക്ഷിച്ചുവോ? കലി പറഞ്ഞു, അന്ന് എനിക്ക് വിസ കിട്ടി ഇങ്ങോട്ട് വരാൻ. അതുവരെ എന്റെ വിസ പിടിച്ചു വെച്ചതായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രാജൻ എന്നെ തടയരുതെന്ന്. രാജാവിനത് കണ്ടപ്പോഴേക്കും കോപം വന്നു വാളെടുത്ത് വെട്ടാനോങ്ങിയപ്പോ വീണ്ടും രാജാവിന്റെ കാൽക്കൽ വീണ് അഭയം തേടി. രാജൻ അഭയം തേടിയവരെ കൊല്ലരുതെന്നാണ് രാജശാസന. അതുകൊണ്ട് എന്നെ കൊല്ലരുതെന്ന്. ഉടനെ രാജാവ് പറഞ്ഞു, ശരി ശരി, നീ അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ രാജ്യത്തിൽ നിലനിൽക്കാന്ന് വിചാരിക്കണ്ട. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം, ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കുന്നു. എന്റെ രാജ്യത്തിന്റെ ഒരു അതിർത്തിയിൽ നീ നിന്നു പോരുത്. ഇത് കേട്ടപ്പോൾ അവൻ ചോദിക്കുകയാണ്, അങ്ങയുടെ അതിർത്തി ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ടെങ്കിൽ അതോട് പറഞ്ഞിരുന്ന ഞാൻ അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എനിക്കറിയില്ല അങ്ങക്ക് ഏത് അതിർത്തി ഇല്ലാത്ത സ്ഥലം എന്ന്. ഇത് കേട്ടപ്പോഴാ പരീക്ഷത്തിന് മനസ്സിലായത് എന്റെ അതിർത്തിയിൽപ്പെടാത്ത ഒരു സ്ഥലം ഒന്നില്ല എന്നുള്ളത്. അപ്പൊ നോക്കൂ, ഭൂമി മുഴുവൻ ഭരിച്ച ആളാണ് ചക്രവർത്തി. അങ്ങനെ പറഞ്ഞപ്പോ 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ആ 4 സ്ഥാനങ്ങളാണ് ദ്യൂതം പാനം സ്ത്രീയസൂന എത്ര അധർമാ ചതുർവിധ. കലിക്കായിക്കൊണ്ട് ഈ 4 സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ദ്യൂതം എന്ന് പറഞ്ഞാൽ ചൂതുകളി എന്നാണ്. അതായത് ഷീറ്റ് കളി, അതുപോലെ കാർഡ്സ് കളി, അതുപോലെ ഓൺലൈൻ കളി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി. ഇതൊക്കെ എവിടെയുണ്ടോ അവിടെ കലിയുണ്ട് എന്നാണ്. കലി അതിലൂടെ അകത്ത് കയറി കൂടുന്നതാണ്. നിങ്ങൾ നോക്കി, ഈ ലോട്ടറി അടിച്ചവരെ കുറിച്ച് ഒരിക്കലും പഠനം നടത്തി ഏതൊരു കമ്പനിക്കാരും. ഇത്രയും കാലം ലോട്ടറി അടിച്ചവരൊന്നും ആരും നേരെയില്ല എന്നുള്ളതാണ്. അതിൽ 5% ആളുകളെ നേരെയുള്ളൂ എന്നാണ്. ബാക്കിയുള്ളവരൊക്കെ കള്ളുകുടിയന്മാരും ബിസിനസ് തുടങ്ങി തകർന്ന തരിപ്പണായവരും എത്രയോ ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ കടം കൊടുക്കാനുള്ളവരൊക്കെ ഇട്ട് നശിച്ചുപോയി എന്നാണ്. നമുക്ക് പണം ഉണ്ടാവുന്നതല്ല മുഖ്യം, അതിനെ ഉപയോഗപ്പെടുത്താനുള്ള വിവേകവും ബുദ്ധിയും ഉണ്ടാവലാണ്, അല്ലേ? ഇത്രയൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ട് അവരിൽ നല്ലൊരു ശതമാനം കേടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ എവിടെയാ അവർക്കൊക്കെ വഴിതെറ്റി എന്നുള്ളത്. അപ്പോ പണത്തില് ശാപം നിൽക്കുന്നത് എന്തെന്നാണ്. എങ്ങനെ ശാപം നിൽക്കുന്നത്? അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് ശാപമായിത്തീരുന്നതാണ്. അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പൊ ദൂരം പാനം എന്ന് പറഞ്ഞാൽ അറിയാലോ, വൈകുന്നേരമായ ചിലർക്ക് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ല, നാവിനും തലയ്ക്കും ആരോടാ എന്താ പറയേണ്ടതെന്നുള്ളത്. 3ാമത്തേതാണ് സ്ത്രീയ. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ വേശ്യാവൃത്തി തുടങ്ങിയതൊക്കെ. 4ാമത്തേതാണ് സ്ത്രീയ. 4ാമത്തേതാണ് സൂനഹ, കൊലപാതകം, ചതി എന്നൊക്കെ ഉള്ളത്. ഇതിലൊക്കെ ആര് കയറിക്കൂടിയിരിക്കുന്നു? കലി കയറിക്കൂടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താന്നുള്ളത്. ഏതായാലും നിൽക്കട്ടെ. ഉടനെ തന്നെ കലി പറഞ്ഞു, രാജൻ, ഇതൊന്നും അങ്ങയുടെ നാട്ടിലില്ലല്ലോ എന്ന്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ചൂതുകളിയില്ല. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ വൃത്തികേടുകളൊന്നുമില്ല പറയാണ്. അവസാനം ഒരു സ്ഥാനം കൊടുത്തു എന്നാണ്. ഏതാണത്? 5ാമത്തെ സ്ഥാനമായിട്ട് പറഞ്ഞു ജാതരൂപമതാൽ പ്രഭു എന്ന്. ജാതരൂപം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നതിൽ പോയിരുന്നുള്ളൂ എന്ന്. ഇവിടെ ജാതരൂപം എന്ന് പറഞ്ഞാൽ പൊതുവെ അർത്ഥം പറയുക സ്വർണത്തിൽ പോയിരുന്നുള്ളൂ എന്നാണ്. അങ്ങനെ അന്നു മുതൽ കലി കയറിക്കൂടി എവിടെ? സ്വർണത്തിൽ നിന്നാണ്. ഇന്നിപ്പോ എവിടെ കലി ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലും കാതിലും തലയിലൊക്കെയാണ്. അങ്ങനെയാണല്ലോ. നിങ്ങൾക്കത് ബോധ്യം വരും.
നിങ്ങളൊന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയി എന്ന് വിചാരിക്കുക. ഞാൻ ക്യൂലൊക്കെ നിന്ന് ഇങ്ങനെ നാരായണ നാരായണ എന്തൊക്കെയോ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങേയുള്ളിട്ട് ഒരാശ്രയം നാട്ടിൽ വേറെ ആരുമില്ല, ഇതുവരെ ഞാൻ വിചാരിച്ച നാട്ടുകാരൊക്കെ ഉണ്ട്, വീട്ടുകാരുണ്ട്, ഇപ്പോഴാ മനസ്സിലായത് അവരാരുമില്ല, അങ്ങേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നാരായണ നാരായണ. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഇവിടെ നട തുറക്കില്ല, അവിടെ ഇടിയുണ്ട് കുത്തുണ്ട്, ഭഗവാനെ അതിലൊന്ന് ശ്രദ്ധ പോലേ നാരായണ 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 ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കഴുത്തിലിരിക്കുന്ന ആഭരണങ്ങളും കയ്യിലിരിക്കുന്ന പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും പിന്നെ നാരായണനും ഇല്ല, ഒരയണ്ണനും ഇല്ല, കഴുത്ത് അപ്പം പിടിച്ചു ഗുരുവായൂരപ്പാ എന്റെ ചെയിനിന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മനസ്സിനെ നാരായണനിൽ നിന്നും ചെയിനിലേക്ക് കൊണ്ടുവരാൻ ഒരു അനൗൺസ്മെന്റിന് സാധിക്കുമെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ കലി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇപ്പൊ കൈ അങ്ങോട്ട് പോവില്ലല്ലോ. കൂപ്പിയ കൈ കഴുത്ത് പിടിക്കുന്നു മാത്രമല്ല തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ നോക്കും നാരായണ നാരായണ, അവരൊക്കെ ഇനി കള്ളന്മാരാണോ എന്നറിയില്ലല്ലോ, പരമഭക്തന്മാരായിരിക്കും. പക്ഷെ മനസ്സങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകണോ പറയാണ്. നമുക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ രാവിലെ തന്നെ കുളിച്ച് തൊഴുത് ഈറനൊടുത്ത് പോയി തൊഴേണ്ട സ്ഥലങ്ങളായിരുന്നു. ഇന്നിപ്പോൾ അത് നേരെ ബ്യൂട്ടി പാർലറിന് പോയി തൊഴുതു പോകേണ്ട സ്ഥലങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങനെ എത്തിപ്പോയി എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ സംസ്കാരം കലിയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അമ്പലത്തിൽ പണ്ടുകാലത്തെ ശാന്തി സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അമ്പലത്തിൽ പോയാൽ ചിലർക്ക് ശാന്തി ഉണ്ടാവില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആകെ പ്രശ്നങ്ങളും അഴിമതികളും കുഴപ്പങ്ങളൊക്കെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോ എത്രമാത്രം ഈ കലിക്ക് നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് ഭാഗവതം പറയുന്നു. എന്താണ് കലി എന്ന് പറഞ്ഞാൽ? കലി എന്ന് പറഞ്ഞാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതൊക്കെ കലിയാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നോ അതൊക്കെ കലിയാണ്. കലി പിടികൂടി പറയാണ്. സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ കൈയും കാലും മുഖമൊക്കെ കഴുകണമെന്ന് പറയാറുണ്ട്. അതെന്തിനാ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നളൻ എന്ന് പറയുന്ന രാജാവ് സന്ധ്യയ്ക്ക് സന്ധ്യാവന്ദനം ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുമ്പോൾ കാലിന്റെ മടമ്പ് ഭാഗം വിട്ടുപോയി എന്നാണ്. ആ സ്ഥലത്ത് കൂടെ കലി കയറിക്കൂടിയെന്നാണ്. അപ്പൊ സന്ധ്യയ്ക്ക് ഒട്ടും കുളിക്കാത്ത നമ്മുടെ ഏതൊക്കെ ഭാഗത്തുകൂടെ കലി കയറണം? ആലോചിച്ച് നോക്കൂ. ഒന്നാമത് വെള്ളമില്ല, രണ്ടാമത് ഉള്ള വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ തോന്നണ്ടേ ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇതൊക്കെയാണ് കലി എന്ന് പറയുന്നത്. മനസ്സിന്റെ ശാന്തിയെ സ്വസ്ഥതയെ കളയുന്നതൊക്കെ കലി തന്നെയാണ്. അങ്ങനെ കലിക്ക് സ്ഥാനം കൊടുത്തു.